ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 18 ആണ്, മോഡൽ ഓക്സിലിയറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്സിലിയറി എന്ന് പറയുന്നത് 24 എണ്ണം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. അതിൽ മോഡൽ ഓക്സിലറി വരുന്നത് 11 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മോഡൽ ഓക്സിലറി ആണ്. മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞാൽ 13 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, 24 ഓക്സിലറിയാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 11 എണ്ണം വരുന്നത് ഓർഡിനറി ഓക്സിലറിയും ബാക്കി 13 എണ്ണം വരുന്നത് മോഡൽ ഓക്സിലറിയാണ്. ഓക്കെ, അപ്പോൾ മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത് വരുന്നത് വില്ലാണ്. വില്ലെന്ന് പറഞ്ഞാൽ ചെയ്യും എന്നാണ് അർത്ഥം വരുന്നത്. വില്ല് ചെയ്യും. നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരു 10 മണി ആയിരിക്കും, 10 മണിക്ക് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാം തന്നെ നമ്മൾ എങ്ങനെ പറയും? വില്ല് വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ പഠിക്കും, സംസാരിക്കും, എഴുതും, ഐ വിൽ സ്റ്റഡി, ഐ വിൽ റൈറ്റ്, ഐ വിൽ തിങ്ക്. ഇതൊക്കെ നമുക്ക് വില്ല് വെച്ച് പറയാൻ പറ്റും. നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, മറ്റന്നാൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അടുത്ത മാസം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഫ്യൂച്ചർ ആണോ വില്ല് വെച്ചിട്ട് വേണം പറയാനായിട്ട്. ഓക്കെ, ഞാൻ പഠിക്കും, സംസാരിക്കും, എഴുതും, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അടുത്ത പറഞ്ഞ വുഡാണ്. വുഡ് എന്ന് പറഞ്ഞാൽ ചെയ്തേനെ. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ പേന ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എഴുതിയേനെ, വിച്ച് മീൻസ് എൻ്റെ കയ്യിൽ ഇല്ല എന്നർത്ഥം. ഓക്കെ, ഇഫ് ഐ ഹാഡ് എ പെൻ ഐ വുഡ് റൈറ്റ്, ഞാൻ എഴുതിയേനെ. ഞാനവിടെ പോയേനെ. എനിക്ക് ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഞാനവിടെ പോയേനെ, ഐ വുഡ് ഗോ ദർ. ഓക്കെ, ഞാൻ അവനോട് ചോദിച്ചേനെ. എനിക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഐ വുഡ് ആസ്ക് ഹിം, ഞാൻ അവനോട് ചോദിച്ചേനെ. മനസ്സിലായോ? എനിക്കൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പഠിച്ചേനെ, ഐ വുഡ് സ്റ്റഡി. മനസ്സിലായില്ല? അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ഷാളാണ്. ചെയ്യാം എന്നാണ് അർത്ഥം വരുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഷാൾ യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയും വിയുടെ കൂടെയുമാണ്. ഐ ഷാൽ ഗോ, വി ഷാൽ സ്റ്റഡി. ഓക്കെ, ഐ സബ്ജക്റ്റിൻ്റെ കൂടെയും വി സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഷാൾ നോർമലി ഉപയോഗിക്കാറ്. അർത്ഥം വരുന്നത് ചെയ്യാം, ഞാൻ പഠിക്കാം, എന്താ പറയുക? ഐ ഷാൽ സ്റ്റഡി. ഞാൻ പോകാം, ഐ ഷാൽ ഗോ. ഞാൻ എഴുതാം, ഐ ഷാൽ റൈറ്റ്. ഞാൻ ആലോചിക്കാം, ഐ ഷാൽ തിങ്ക്. ഓക്കെ, ഞാൻ മനസ്സിലാക്കാം, ഐ ഷാൽ അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഷാൾ എന്ന് പറഞ്ഞാൽ ചെയ്യാം എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ് വന്ന ഷുഡാണ്, ചെയ്യണം. നിങ്ങളുടെ ഡ്യൂട്ടീസ് പറയാനായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷുഡ് പറയുന്നത്. ഇപ്പോൾ 10 മണിക്ക് നിങ്ങൾ ഓഫീസിലെത്തണം, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. എന്താ പറയും? യു ഷുഡ് കം ഹിയർ അറ്റ് 10 o'clock, വിച്ച് മീൻസ് നിങ്ങൾ 10 മണിക്ക് ഇവിടെ എത്തണം. മനസ്സിലായല്ലോ? യു ഷുഡ് ഡു ദാറ്റ്. നീ അത് ചെയ്യണം, നിൻ്റെ ഡ്യൂട്ടിയാണ്. യു ഷുഡ് ഡു ദാറ്റ്. ഓക്കെ, നീ സംസാരിക്കണം, യു ഷുഡ് സ്പീക്ക്. നീ സംസാരിക്കണം, യു ഷുഡ് സ്പീക്ക്. ഓക്കെ, നീ ചോദിക്കണം, യു ഷുഡ് ആസ്ക്. നിങ്ങൾക്കിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ആസ്ക്. അർത്ഥം എന്താണ്? നിങ്ങൾ ചോദിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ വില്ല്, വുഡ്, ഷാള്, ഷുഡ് പറഞ്ഞു. അപ്പോൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക. വില്ലിൻ്റെ പാസ്റ്റാണ് വുഡ് ചില സമയങ്ങളിൽ, ചില സിറ്റുവേഷനുകളിൽ. ഷാളിൻ്റെ പാസ്റ്റാണ് ഷുഡ് എന്ന് പറയുന്നത്. നോട്ട് ഓൾവേസ്, ബട്ട് ഇൻ സെർട്ടൻ കേസസ്, ചില സമയങ്ങളിൽ മാത്രം, ചില സിറ്റുവേഷനിൽ മാത്രം. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും, സാധിക്കും, കഴിയും എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ക്യാൻ എന്ന് പറഞ്ഞാൽ പറ്റും എന്നർത്ഥമുണ്ട്, സാധിക്കും എന്നർത്ഥമുണ്ട്, കഴിയുന്നു. ഇതൊക്കെ സെയിം തന്നെയാണ്. നമ്മളെ കഴിവുകളിനെ, എബിലിറ്റീനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത്. ഐ ക്യാൻ റൺ, എനിക്ക് ഓടാൻ പറ്റും. ഐ ക്യാൻ ജമ്പ്, എനിക്ക് ചാടാൻ പറ്റും. ഐ ക്യാൻ പ്രാക്ടീസ്, എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ സ്പീക്ക്, ഐ ക്യാൻ ആസ്ക്, ഐ ക്യാൻ ഡു ദാറ്റ്, ഐ ക്യാൻ ഹെൽപ്പ് യു. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ എബിലിറ്റീസ്, നമ്മുടെ കഴിവുകളെ പറയാനായിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കുഡ്. സാധിച്ചു, കഴിഞ്ഞു, എനിക്ക് പോകാൻ പറ്റി, എനിക്ക് കാണാൻ പറ്റി, എനിക്ക് നടക്കാൻ പറ്റി, എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയില്ല. ഐ കുഡ് ഹെൽപ്പ് ഹിം, എനിക്ക് അവനെ സഹായിക്കാൻ സാധിച്ചു. എനിക്കത് കാണാൻ പറ്റി, ഐ കുഡ് സീ. എനിക്കത് മനസ്സിലാക്കാൻ പറ്റി, ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ പറ്റി, ഐ കുഡ് വിസിറ്റ് ഹിം. മനസ്സിലായല്ലോ? ഓക്കെ, സോ ക്യാൻ കഴിഞ്ഞു, കുഡ് കഴിഞ്ഞു. അടുത്താണ് മേ എന്ന് പറയുന്നത്. മേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നാണ് അർത്ഥം വരുന്നത്. സെയിം മീനിങ് തന്നെയാണ് മൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മേയ്ക്ക് കുറച്ചുകൂടി ഉറപ്പുണ്ട്, മൈറ്റിന് ഉറപ്പ് വളരെ കുറവാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, സംതിങ് ഈസ് കുക്കിംഗ് ദർ, ഐ ക്യാൻ സീ ദാറ്റ് ആൻഡ് ഐ ക്യാൻ സ്മെൽ ഇറ്റ്. എനിക്ക് കാണാൻ പറ്റുന്നില്ല, സ്മെൽ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഗസ് ചെയ്യാണ്, ഇറ്റ് മൈറ്റ് ബി ചിക്കൻ, വിച്ച് മീൻസ് ചിലപ്പോൾ ചിക്കൻ ആയിരിക്കും. എനിക്ക് ഒരു ക്ലൂവും കിട്ടുന്നില്ല. എന്തോ സാധനം ഉണ്ടാക്കുന്നുണ്ട്, ഞായറാഴ്ചയാണ്, ചിലപ്പോൾ ഇറ്റ് മൈറ്റ് ബി ചിക്കൻ ആയിരിക്കാം. ഞാൻ കുറച്ചും കൂടി അതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഐ ക്യാൻ സ്മെൽ ഇറ്റ്, എനിക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ചിക്കൻ്റെ ഒരു സ്മെൽ അറിയാമല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറച്ചും കൂടിയും പറയും ഇറ്റ് മേ ബി ചിക്കൻ. എന്നാലും എനിക്ക് ഉറപ്പായിട്ടില്ല, ബിക്കോസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇറ്റ് മേ ബി ചിക്കൻ. അകലെ ആയിരുന്ന സമയത്ത് എനിക്ക് കേൾക്കാനല്ല, കാണാൻ പറ്റുന്നില്ല, സ്മെൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇറ്റ് മൈറ്റ് ബി ചിക്കൻ. കുറച്ചും കൂടി അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് മേ ബി ചിക്കൻ. എനിക്കത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇറ്റ് മസ്റ്റ് ബി ചിക്കൻ. അപ്പോൾ മസ്റ്റ് എന്ന് പറയുന്നതാണ് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നടത്തും. ഓക്കെ,
നെക്സ്റ്റ് ആണ് ഡയർ. ഡയർ എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നാണ് അർത്ഥം വരുന്നത്. ധൈര്യം നമ്മൾ പറയില്ലേ, ഹൗ ഡയർ യു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു. അത് അധികം യൂസേജ് ഒന്നും ഇല്ല, എങ്കിൽ കൂടിയിട്ട് ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നീഡ്, അത്യാവശ്യം എന്ന് പറയാം. അപ്പോൾ നിങ്ങളായിരിക്കും നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നല്ല, അത്യാവശ്യം എന്നല്ലല്ലോ, അങ്ങനെയല്ല. വാണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്, നീഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ജ്യൂസ് കുടിച്ചാലോ, അതെൻ്റെ ഒരു ആവശ്യമാണ്, വാണ്ടാണ്. ഓക്കെ, പക്ഷേ ഞാൻ രാവിലെ മുതൽ ഭക്ഷണം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല, വൈകുന്നേരമായി, എനിക്ക് വിശക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്, അപ്പോൾ എനിക്കൊരു തുള്ളി വെള്ളം വേണം എന്ന് പറയുന്നത് എൻ്റെ നീഡാണ്. മനസ്സിലായല്ലോ? അപ്പോൾ വാണ്ടും നീഡും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ കൊമേഴ്സൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ, ബി.കോം ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷിലും അങ്ങനെ ഒരു വാരിയേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഔട്ട് ടു, ചെയ്യണം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ചെയ്യണമെന്ന് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ, എന്തോ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, ഷുഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെയ്യണം എന്നുള്ളതിന് ഷുഡ് പഠിച്ചിട്ടുണ്ട്. ഷുഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡ്യൂട്ടീസ് പറയാനായിട്ടാണ് ഷുഡ് യൂസ് ചെയ്യുന്നത്. യു ഷുഡ് കം ഹിയർ അറ്റ് 10 o'clock, വിച്ച് മീൻസ് നിങ്ങൾ 10 മണിക്ക് ഇവിടെ വരണം. യു ഷുഡ് ആസ്ക് മീ ഓർ യു ഷുഡ് ആസ്ക് ഹിം, നീ അവനോട് ചോദിക്കണം, നീ എന്നോട് ചോദിക്കണം. യു ഷുഡ് ഡു ദാറ്റ്, യു ഷുഡ് ഹെൽപ്പ് ഹിം, നീ അവനെ സഹായിക്കണം. ഇതൊക്കെ നിൻ്റെ ഡ്യൂട്ടീസാണ്. പക്ഷേ ഔട്ട് ടു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ കൈൻഡ് ഓഫ് ഡ്യൂട്ടി. ഡ്യൂട്ടി അല്ല, ചെയ്യണം തന്നെയാണ് അർത്ഥം വരുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് 2 സ്റ്റുഡൻസ് ഉണ്ട്. ഒരു സ്റ്റുഡൻറ്റിനെ എനിക്കൊരു 5 years ആയിട്ട് അറിയാം, ഒരു സ്റ്റുഡൻറ്റ് ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. 5 year ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് പനിയാണ്, ഫീവറാണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ അവനോട് എന്താ പറയുന്നറിയോ, യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ, വിച്ച് മീൻസ് നീ ഡോക്ടറെ കാണണം, നീ എൻ്റെ സ്റ്റുഡൻറ്റാണ്, നിനക്ക് എന്തെങ്കിലും വയ്യായി കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കുന്നതൊന്നും നിൻ്റെ മനസ്സിൽ കയറില്ല, ഒന്നും നടക്കില്ല. സോ നീ എൻ്റെ ഒരു 5 വർഷമായിട്ട് നീ എൻ്റെ സ്റ്റുഡൻ്റാണ്, യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ, ഞാൻ പറയുന്നത് നീ കേൾക്കണം, ഞാൻ ഇൻസിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇന്നലെ ജോയിൻ ചെയ്ത പയ്യനോട് ഞാൻ എന്ത് പറയും, യു ഔട്ട് ടു കൺസൾട്ട് എ ഡോക്ടർ. എനിക്ക് അങ്ങനെ നിർബന്ധിച്ച് പറയാൻ പറ്റില്ല, ബിക്കോസ് ഞങ്ങൾ തമ്മിൽ അത്ര പരിചയമൊന്നായിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, യു ഔട്ട് ടു കൺസൾട്ട് എ ഡോക്ടർ, വിച്ച് മീൻസ് ദാറ്റ്സ് എ റൈറ്റ് തിങ് ടു ഡു, ബട്ട് യു ക്യാൻ ഡിസൈഡ് വെദർ ടു ഗോ ടു ദ ഹോസ്പിറ്റൽ ഓർ നോട്ട്. അതായത് അതാണ് ശരിക്കും ചെയ്യേണ്ടത്. യു ഔട്ട് ടു കൺസൾട്ട് എ ഡോക്ടർ, നിങ്ങൾ ഡോക്ടറെ കാണണം എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് തീരുമാനിക്കാം ഡോക്ടറെ അടുത്ത് പോകണോ വേണ്ടോ എന്നുള്ളത്. ഞാൻ അധികം നിർബന്ധിക്കണമെന്നില്ല, പക്ഷേ കൊറോണയും കാര്യങ്ങളൊക്കെയാണ്, നീ അത് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ, എൻ്റെ സ്റ്റുഡൻ്റാണ്, ഞാൻ പറയുന്നത് യു ഷുഡ് സ്റ്റഡി, നീ എന്തായാലും പഠിക്കണം. യു ഔട്ട് ടു സ്റ്റഡി, വിച്ച് മീൻസ് ദാറ്റ്സ് എ റൈറ്റ് തിങ് ടു ഡു, അതാണ് ശരിക്കും ചെയ്യേണ്ടത്, പഠിക്കുകയാണ് ചെയ്യേണ്ടത്, എക്സാമൊക്കെയാണ്. പക്ഷേ സ്റ്റിൽ യു ക്യാൻ ഡിസൈഡ് വെദർ ടു സ്റ്റഡി ഓർ നോട്ട്. പക്ഷേ നിങ്ങൾക്ക് തീരുമാനിക്കാം പഠിക്കണോ വേണ്ടയോ എന്നുള്ളത്. മനസ്സിലായല്ലോ? അവിടെയാണ് നമ്മൾ ഓട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെ സെൻറ്റൻസുകൾ നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഓരോ സെക്ഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് യൂസ്ഡ് ടു. യൂസ്ഡ് ടു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴല്ല, മുൻപ് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. മുൻപ് സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യാറുണ്ടായിരുന്നെങ്കിലാണ് നമ്മൾ യൂസ്ഡ് ടു പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നു, അത് പറയും ഐ യൂസ്ഡ് ടു കോൾ ഹിം എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ വിളിക്കാറുണ്ടോ? ഇല്ല എന്നുള്ളൊരു അർത്ഥം കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടായിരുന്നു, ഐ യൂസ്ഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ഇപ്പോൾ ഇല്ല എന്നുള്ളൊരർത്ഥം അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഐ യൂസ് ടു ഈറ്റ് നോൺ വെജ്, ഞാൻ നോൺ വെജ് കഴിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ നോ ഇപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം അവിടെ ഓൾറെഡി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഐ യൂസ് ടു ഈറ്റ് എ ലോട്ട്, ഞാൻ ഒരുപാട് കഴിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ഇപ്പോൾ കുറച്ച് കഴിക്കാറുള്ളൂ. ഓക്കെ, ഐ യൂസ് ടു ടീച്ച് മൈ സ്റ്റുഡൻസ്, ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ പഠിപ്പിക്കാറില്ല എന്നുള്ളൊരു മീനിങ് കൂടി അവിടെ വരുന്നുണ്ട്. ഐ യൂസ് ടു ഹെൽപ്പ് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സഹായിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാം. മോഡൽ ഓക്സിലറി എന്ന് പറയുന്ന 13 എണ്ണം ഉണ്ട്. വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഡയർ, നീഡ്, ഔട്ട് ടു, യൂസ് ടു ആണ് മോഡൽ ഓക്സിലറീസ്. 13 എണ്ണം. ഓക്കെ, വില്ല് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും വില്ല് വെച്ച് പറയാം. വുഡ് എന്ന് പറഞ്ഞാൽ ചെയ്തേനെ. ഷാൾ ചെയ്യാം, ഐയുടെ കൂടെയും വിയുടെ കൂടെയുമാണ് യൂസ് ചെയ്യുന്നത്. ഷുഡ് പറഞ്ഞാൽ ചെയ്യണം, ഡ്യൂട്ടിയാണ്. ക്യാൻ പറഞ്ഞാൽ സാധിക്കും, പറ്റും, കഴിയും, എനിക്ക് ചെയ്യാൻ പറ്റും. കുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റി, സാധിച്ചു, കഴിഞ്ഞു. മേ എന്ന് പറഞ്ഞാലും മൈറ്റ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷേ കുറച്ചുകൂടി ഉറപ്പുള്ള കാര്യങ്ങൾ നമുക്ക് മേ വെച്ചിട്ട് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? മഴക്കാറൊന്നുമില്ല, പക്ഷേ കാലാവസ്ഥ പ്രവചന വിഭാഗം പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യുന്നു ചിലപ്പോൾ. അപ്പോൾ നമ്മൾ പറയാം ഇറ്റ് മൈറ്റ് റെയിൻ, ചിലപ്പോൾ. തീരെ സാധ്യതയില്ല, മഴക്കാറൊന്നും കാണുന്നില്ല, പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് മഴക്കാറുണ്ട്, ന്യൂസിൽ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഇറ്റ് മെയ് റെയിൻ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യത കുറച്ചുകൂടി കൂടുതലുണ്ട്. ഓക്കെ, സോ അതാണ് മെയും മൈറ്റും പറഞ്ഞു. മസ്റ്റ് പറഞ്ഞ് നിർബന്ധമായും തീർച്ചയായും ചെയ്യേണ്ട കാര്യങ്ങളാണ് മസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം എന്നാണ് അർത്ഥം വരുന്നത്. നീഡ് പറഞ്ഞാൽ അത്യാവശ്യം എന്നാണ്, അല്ലെങ്കിൽ വേണം എന്നാണ് അർത്ഥം വരുന്നത്. ഔട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്നാണ്, പക്ഷേ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, യു ക്യാൻ ഡിസൈഡ്, നിങ്ങൾക്ക് തീരുമാനിക്കാം.
യൂസ്ഡ് ടു പറഞ്ഞാൽ മുൻപ് സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെയ്യാറില്ല എന്നുള്ള ഒരർത്ഥം കൂടിയുണ്ട്. പക്ഷേ ഒരുപാട് കുട്ടികൾ യൂസ്ഡ് ടു എന്നുള്ള വേർഡ് വളരെ ആ വേർഡല്ല, ഇറ്റ്സ് 2 വേർഡ് ഉണ്ട് കേട്ടോ. യൂസ്ഡ് ടു 2 വേർഡ് ഉണ്ട്. സോ ഇതിനെ ഫ്രേസ് എന്ന് പറയാം. ഒരു വേർഡ് ഇപ്പോൾ വില്ലെന്ന് പറഞ്ഞ ഒരൊറ്റ സാധനമേ ഉള്ളൂ, അത് വേർഡാണ്. പക്ഷേ യൂസ്ഡ് ടു എന്ന് പറഞ്ഞൊരു വേർഡല്ല, ഇറ്റ്സ് എ ഫ്രേസ്. യൂസ്ഡ് ടു, ഓക്കെ, ഒരു വെർബും ഒരു പ്രപ്പോസിഷൻ കൂടി ചേരുന്ന സമയത്ത് ഇതിനോ ഫ്രേസ് എന്നാണ് പറയുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ യൂസ്ഡ് ടു പറഞ്ഞാൽ മുൻപ് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ ചെയ്യാറില്ല. പക്ഷേ ഒരുപാട് പിള്ളേർ ഇത് തെറ്റിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആൻഡ് ഒരുപാട് നേഴ്സുമാരൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഇത്രയാണ് നമ്മുടെ മോഡൽ ഓക്സിലറീസ് വരുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓരോ മോഡൽ ഓക്സിലറിയുടെയും വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുവരെ മനസ്സിലായല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.